നമ്മൾ ഇന്ന് പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ലോഗാണ്. കാണാൻ വളരെ അധികം കാഴ്ചകളുണ്ട്. അപ്പോൾ ഫുള്ള് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, സ്റ്റേ ട്യൂൺ. നമ്മൾ മിറാക്കിൾ ഗാർഡൻ്റെ ഫ്രണ്ടിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് നമ്മൾ എടുക്കണം, എന്നാലേ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻട്രി ഫീയും കാര്യങ്ങളും അതിൻ്റെ ഇവിടെ ഉള്ളിൽ കയറുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം ഞാൻ ഇതാ മിറാക്കിൾ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്, ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലുള്ളത്. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്ത്, ടിക്കറ്റിൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക, ഓൺലൈനായിട്ടും ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതുകൂടാണ്ട് ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ എടുക്കുന്നതിനെക്കാട്ടി നമുക്ക് ഇവിടെ, അതായത് എൻട്രിയിൽ തന്നെ ടിക്കറ്റ് എടുക്കണതാണ് കുറച്ചും കൂടി നല്ലത്. എന്താ വെച്ചാൽ ഇപ്പം കുറേ സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ടിക്കറ്റ് കൗണ്ടറും നമുക്ക് അവൈലബിൾ ആണ്. ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് എടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഡിസൈഡ് ചെയ്യുക. ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ 95 ദിർഹംസ് ആണ് അഡൾട്ട്സിന് വരുന്നത്. UAE റെസിഡൻ്റ് ആണെങ്കിൽ വിത്ത് എമിറേറ്റ്സ് ID വരികയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് 65 ദിർഹംസേ ഉള്ളൂ. പിന്നെ 3 to 12 ഏജിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ, അതായത് ചിൽഡ്രൻസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് 80 ദിർഹംസ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ബിലോ 3 ഇയർ ഏജിൽ വരുന്നതാണെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. പിന്നെ ഈ ടിക്കറ്റ് പറഞ്ഞാൽ സിംഗിൾ എൻട്രി ആണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാ നമ്മൾ ഇതാ ജസ്റ്റ് ഇവിടെ കണ്ട മിറാക്കിൾ ഗാർഡൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്ക് ആദ്യം കയറട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. ഇവിടെ നല്ല റഷാണ്, കണ്ടോ, അത്രയും ഹ്യൂജ് ക്രൗഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഉള്ളിൽ പോയിട്ട്, നമ്മൾ ഇപ്പോൾ കുറേ മുന്നേ വന്നതാണ്, പക്ഷേ ഇപ്പം നമുക്ക് എത്ര മാറിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ദുബായിൽ വന്ന സമയത്ത് 2013 കഴിഞ്ഞ 2014 വന്നതാണ്. അപ്പം ഇപ്പം നമ്മൾ എങ്ങനെയുണ്ട്, ഉള്ളിൽ മാറിയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ടിക്കറ്റിൻ്റെ ബാക്കിൽ നമുക്കൊരു ബാർകോഡ് ഉണ്ട്. ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്താൽ ഉടനെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു വ്യൂ. കണ്ടോ, അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ക്ലബ് കാർ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക്, നമ്മൾ വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ അവർ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലബ് കാർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ വാങ്ങേണ്ടതാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. 30 ദിർഹം ഉള്ളൂ കേട്ടോ, ഭയങ്കര ചാർജാവാ. കുട്ടികൾക്കെല്ലാം പ്ലേയിങ് ഏരിയ അവൈലബിൾ ആണ്. സേഫ്റ്റി റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യണം. പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ വന്നിട്ട് ഇതിനുള്ളിൽ പ്ലേയിങ് ഏരിയയിൽ വരികയാണെങ്കിൽ പാലിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് പ്ലേയിങ് ഏരിയ. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് വല്ല പ്രോഗ്രാം കാര്യങ്ങൾ, വെഡ്ഡിങ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ, അതായത് മാനേജ്മെൻറ്റിനായിട്ട് അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെൻറ്റിലെ TV ആഡ് അല്ല അങ്ങനത്തെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. അതിന് സ്പെഷ്യൽ അപ്രൂവൽ എടുക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ. ഓക്കെ, മിറാക്കിൾ ഗാർഡനിൽ കുറച്ച് അട്രാക്ഷൻസ്, ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിലൊരു മെയിൻ അട്രാക്ഷൻ നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള ബീം ബാഗും അവൈലബിൾ ആണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മൺഡേ ടു തേഴ്സ്ഡേ വരുന്നത് 9 to 9 അതാണ് ടൈമിംഗ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത്, അതായത് വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ വരുന്നത് 9 to 11 PM അതാണ് ഇവിടുത്തെ ടൈമിംഗ്. ഓക്കെ, സോ അത് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടോ, പിസയ്ക്ക് എത്രയാണ് ചോദിച്ചോട്ടെ. സ്റ്റാർട്ടിങ് 50. هون عندك العصاير الشيف ابو محمود من بلدة انخل. اوكي ايوه انخل. معلم سيد منظرة كوكتيل بدولة الامارات. كله 100 كله 100 أيوة. كله فريش بحط لك اياه بالخلاط. اوكي زين, شكرا يعني حبيبي. تشرب كاس بضيف رايح على قطر. زين زين. ഫുഡ് കോർട്ട്സ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. പിസ്സേൻ്റെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു. ഓക്കെ, ബാക്കി മുന്നോട്ടേക്ക് പോകാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പല രാജ്യത്തു നിന്നും ആൾക്കാർ വരുന്നതാണ്. അപ്പം
നമുക്ക് ഫുഡായാലും പല ടൈപ്പ് ഫുഡ് അവൈലബിൾ ആണ്. കോണ്ടിനെൻ്റൽ ആയാലും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിൽ മെയിനായിട്ട് കോണ്ടിനെൻ്റലായിരിക്കും അവൈലബിൾ ഉണ്ടാവുക. പിന്നെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ദുബായിൻ്റെ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ 500 for me. For your photo? With me 1000. Shah Rukh Khan is here. No, Salman Khan. Where are you from? I'm from India. You are channel Blogger, YouTube yeah. or YouTube, yeah. നമുക്ക് ക്യാപ്പ് ആണ് ബ്രോ. ദിസ് വൺ ഒറിജിനൽ? Mr. Kobe actually. For the money, it's original. For the other things, because this brand, it's Yeah, that's why I'm asking. This one original. How much you are charging? This like one only 150 dirham. 150. This one 200 dirham. this one 200. No, 120. 120. Other Okay. people not And the big one 220. 220. Okay. Above 150 million flowers ആണുള്ളത്. കണ്ടാ ഈ ഫ്ലവേഴ്സിനെ കൊണ്ട് അലങ്കരിച്ച ഇത് ലവ് ടണൽ, ഹാർട്ട് ടണലാണ് ഇത്. മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഒരു പ്ലേസ്. ഇതേമാതിരി പല അട്രാക്ഷൻ പ്ലേസസും ഉണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലേസും അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൂക്കളൊന്നും പറക്കരുത്, ഇതേമാതിരി സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ചെയ്യുക. ഇവിടുത്തെ ഫുള്ള് വൈബ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. കമോൺ. ദുബായ് മിറാക്കിൾ ഗാർഡൻ്റെ സെക്കൻഡ് അട്രാക്ഷൻ പ്ലേസിലാണ്. ഇവിടുത്തെ മെയിൻ അതായത് സിറ്റിംഗ് ഏരിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മോസ്റ്റ്ലി ദുബായ് മിറാക്കിൾ ഗാർഡനിൽ എവിടെ നോക്കിയാലും പൂക്കളാണ്, അതും ഒറിജിനൽ പൂക്കളാട്ടോ. നമുക്ക് എവിടെ നിന്നാലും ഏത് ഫ്രെയിമും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോയിൽ കിട്ടും. 72,000 സ്ക്വയർ മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പൂക്കളുണ്ടാവും ഈ മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ, ദുബായിലൊരു ഹൈലൈറ്റ് പ്ലേസ് ആണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അപ്പം ഇത് മെയിനായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ടൂറിസത്തിന് വേണ്ടിയിട്ടാണ്. പല രാജ്യത്തുനിന്നും ആൾക്കാർ വന്നിട്ട് മെയിനായിട്ട് ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ മെയിനായിട്ടൊരു ഹൈലൈറ്റ് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഇത്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ അട്രാക്റ്റീവ് പ്ലേസ് അതായത് അട്രാക്റ്റീവ് സ്പോട്ടിലാണുള്ളത്. ഫ്ലോറൽ ക്ലോക്ക്. ഓക്കെ, ഓൾറെഡി ഇത് ക്ലോക്ക് റൺ ആവുന്നുണ്ടല്ല, കറക്റ്റ് റൺ ആവുന്നുണ്ട്. കണ്ടോ വെച്ചിട്ട് ഫുള്ള് പൂക്കൾ നല്ല. എമിറേറ്റ്സിന്റെ A380 നമ്മളെ ഫോർത്ത് അട്രാക്റ്റീവ് സ്പോട്ടാണ് എമിറേറ്റ്സിന്റെ A380. ഇതിനൊരു ഹിസ്റ്ററിയും കൂടി ഉണ്ട്. അതായത് 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ അതിൽ ഒന്നാണ്. A380ൻ്റെ ഷേപ്പിൽ കറക്റ്റ് ഫോം ചെയ്ത് ഇതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, അതും 2016. അതുകൂടാണ്ട് 2 ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡൻ ഷേപ്പിന് 2013 ഫസ്റ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. മൂന്നാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ 2018 മിക്കി മൗസിന്റെ ഷേപ്പ് ഫോം ചെയ്തിട്ട് അതിന്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച മിറാക്കിൾ ഗാർഡനിലെ മെയിൻ സ്പോട്ടാണ്. മിറാക്കിൾ ഗാർഡന്റെ 5ാമത്തെ അട്രാക്റ്റീവ് സ്പോട്ട് അംബർല ടണൽ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ബാക്കി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഒരു കാരിക്കേച്ചർ വരയ്ക്കണ ഒരു ഇത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ എത്ര പ്രൈസ് കാര്യങ്ങളൊന്നും ചോദിച്ചു നോക്കാം. അടിപൊളി കാരിക്കേച്ചർ വരയ്ക്കാൻ നമ്മൾ ചോദിച്ചപ്പോൾ 200 ദിറംസാണ് പറഞ്ഞത്. പക്ഷേ ആളിപ്പോൾ ഓൾറെഡി വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഫുള്ള് കവർ ചെയ്യാണ്ട്. അപ്പം നമുക്കൊന്ന് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുക. അപ്പം ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് മീറ്റ് ചെയ്ത ഒരു ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്. യു ആർ ഫ്രം ഈജിപ്ത്. 1 പിക്ചറിന് ചാർജ് ചെയ്യണാൽ 150 ദിറംസ് ആണ്. നാഷണൽ ഫോട്ടോ ക്യാമറയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ A380 എമിറേറ്റ്സിന്റെ ഈ ഷേപ്പ് വെച്ചിട്ട് ഇവർ ഫോട്ടോ എടുത്താലും അടിപൊളിയായിട്ട് ഫോട്ടോ മിറാക്കിൾ ഗാർഡനിൽ. യു ഗീവ് ഡിസ്കൗണ്ട്? Yeah, he will give discount after taking photo. Okay, ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോട്ടോ എടുക്കുക, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് മെയിനായിട്ട് ഇവിടെ. അതായത് അംബർല ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റിംഗ് സ്പോട്ട് അവൈലബിൾ ആണ്. അതും അംബർലേൻ്റെ കണ്ടോ, നല്ല ചെടികളും നല്ല മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നില്ല. ഇത് പ്ലാന്റ് വെച്ചിട്ട് ഫുള്ള് പൂക്കളല്ല, ഫുള്ള് കണ്ടോ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് അട്രാക്റ്റീവായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് നമുക്ക് ചില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ വേണ്ട നല്ല നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യുക, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുക. ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഫ്രണ്ട്സ്, 6ാമത്തെ അട്രാക്റ്റീവ് സ്പോട്ടാണ് ലേക്ക് പാർക്ക്. ഓക്കെ, ലേക്ക് പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടോ. ഇവിടുന്ന്
ഈ വ്യൂ കണ്ട, അടിപൊളി വ്യൂ കണ്ട. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പറഞ്ഞാൽ 2013 സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു വൈഡ് ഇമ്പാക്റ്റ് കിട്ടിയില്ല. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഒരു നമ്പർ 1 സ്പോട്ടാണ്. ആദ്യം ദുബായിൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു സ്പോട്ടാണ് മിറാക്കിൾ ഗാർഡൻ. അപ്പം ഇനി കാണാൻ ബാക്കിയുള്ളവരും കാണാൻ കാത്തിരിക്കുന്നവരും വന്നിട്ട് ട്രൈ ചെയ്യുക. അതായത് കൂടുതൽ ലേറ്റ് ആവാതെ വരിക. എന്താ വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടന്ന് കാണുമ്പോൾ നമ്മൾ ചൂടത്ത് വേർത്ത് കുളിക്കും. ഓക്കെ, അപ്പം അടിപൊളിയാക്കുക, ചില്ല് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ 7ാമത്തെ മിറാക്കിൾ ഗാർഡനിലെ അട്രാക്റ്റീവ് സ്പോട്ടാണ് സ്മർഫ് വില്ലേജ്. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് മിക്കി മൗസും കാർട്ടൂൺ റിലേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് മെയിൻലി ഇത് വരുന്നത്. ഇവിടെ UAE റെസിഡൻസ് അല്ല മെയിനായിട്ടും വരുന്നത്, പുറമേ നിന്ന് ആൾക്കാർ വന്നിട്ട്, അതായത് ഹോളിഡേയ്സ് അല്ലെങ്കിൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മെയിൻ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ സ്പോട്ടാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 8ാമത്തെ സ്പോട്ട് ഫ്ലോറൽ കസിൽ. ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് പ്ലേസ് അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പുറമേ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെടികളും പൂക്കളുമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലായിടത്തിലും അങ്ങനെ തന്നെ കേട്ടോ. 9ാമത്തെ സ്പോട്ടാണ് ഫ്ലോറൽ വില്ലേജ്. ജസ്റ്റ് ഒരു കോട്ടേജ് മാതിരി കണ്ടോ, 1 2 3 അങ്ങനെ കോട്ടേജുകളായിട്ട് നല്ല ഫുള്ള് ചെടിയും. ഇതിൽ പൂക്കൾ കുറവാണ്, പക്ഷേ അതായത് പ്ലാന്റ് ആണ് കൂടുതൽ അല്ലേ. പക്ഷേ അടിപൊളി നല്ലൊരു വൈബാണ് ഇവിടെ. ജസ്റ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക, ഇംഗ്ലീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകൾ കാണാമല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഏരിയ ആണിത്. ഓക്കെ, 10ാമത്തെ അട്രാക്റ്റീവ് സ്പോട്ട് ടെഡി ബെയർ. ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഫോട്ടോയ്ക്ക് മാത്രമേ ഒരു പോസ് ചെയ്യാനും, മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു അട്രാക്റ്റീവ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമുക്ക് ആ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. എന്താ ടെഡി ബെയറിൻ്റെ. ഓക്കെ, പൂക്കളും ചെടികളൊക്കെ വെച്ചിട്ട് ഒരു ടെഡി ബെയറിൻ്റെ ആ ഷേപ്പ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് തന്നെ ഹാഡ്സ് ഓഫ് കൊടുക്കണം. എന്താ വെച്ചാൽ ചെടികളൊക്കെ ഇങ്ങനെ ആ ഒരു ലെവലിൽ കറക്റ്റ് ആ പിക്ചറിൻ്റെ ആ ഒരു മോഡലിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ഒരു ഹാഡ്സ് ഓഫ് തന്നെയാണത്. ഓക്കെ, പിന്നെ ഇത് മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെടികൾ നമ്മൾ ഇപ്പോൾ ഈ പൂക്കളൊക്കെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ചെടികളുണ്ടെങ്കിൽ അതിന് ഒരു ദിവസം വെള്ളം കൊടുത്തില്ലെങ്കിൽ ഫുള്ള് വാടിപ്പോകും. ദുബായിലെ ചൂട് നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമ്മൾ തന്നെ ഈ ചൂട് സമയത്തൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ഈ ചെടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും ഇവർ ചെടീനെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. എന്താ വെച്ചാൽ ഈ ചെടികളും ഈ പൂക്കളൊക്കെ നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. എന്താ വെച്ചാൽ ആ ഒരു ഫുൾ സ്ട്രെങ്ത്തിലാണ് ഈ പൂവൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ കണ്ടോ. ഇത് നോക്കി നടത്തുന്ന ആൾക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മിറാക്കിൾ ഗാർഡൻ്റെ ഒരുവിധം എല്ലാ സൈഡും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി കവർ ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളും കാണുക, വിസിറ്റ് ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂർ ഒരു ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത്രയും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ആ 65 ദിറംസിന് വേർത്താണ്. എന്താ വെച്ചാൽ അത്രയും നമുക്ക് കാണാനുണ്ട്. എല്ലാ അട്രാക്ഷൻ സ്പോട്ടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതാണ്. കൂടുതലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അതിലും നമ്മൾ കുറേ ഫാമിലീസ് നമ്മൾ എന്താ വെച്ചാൽ അവർ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യും ഒന്ന് ഫോട്ടോ എടുത്ത് തരുമോ. എന്താ വെച്ചാൽ അവർ അതായത് ഗ്രൂപ്പ് ഇപ്പോൾ സിംഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് എടുത്തു തരും. അതല്ലാണ്ട് അവരെ ഗ്രൂപ്പായിട്ട് എടുത്തു കൊടുക്കണമെങ്കിൽ വേറെ ഒരാൾ എടുത്തു കൊടുക്കണം. എന്താ വെച്ചാൽ ഒരാൾ മിസ്സാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ അതിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാർ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തതിന് ഫോട്ടോ എടുക്കുക. അതും അവർ റിക്വസ്റ്റ് ചെയ്തത്, അല്ലാണ്ട് നമുക്ക് ഹാർഷായിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അടിപൊളിയാണ് ഇവിടെ വരുന്നത്. മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് എല്ലാവരും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക, ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മളെ സ്ട്രെസ്സ് ഇതൊക്കെ മാറ്റി വെക്കാനും അല്ലെങ്കിൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് നമ്മൾ ഓരോ പ്ലേസും വിസിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് റിലാക്സ് ആവുക, കൂളാവുക. പിന്നെ മെയിനായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ പല ടൈപ്പ് ഫുഡും കിട്ടും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വരുന്നത് നമ്മൾ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് നമ്മൾ അത്യാവശ്യം ഒന്ന് ഫുഡ് നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് വരിക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുഡ് അത്യാവശ്യം എക്സ്പെൻസീവാണ്.
അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയ ഹൈ എക്സ്പെൻസീവ് അല്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ എത്തിയത് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടുണ്ടാവും. അതായത് ഫോട്ടോഗ്രാഫിക്ക് ഒരു അടിപൊളി സ്പോട്ടാണിത്. അപ്പം എല്ലാവരും പ്രിഫർ ചെയ്യാന്ന് വെച്ചാൽ, അതായത് നമ്മൾ വെഡ്ഡിങ് അല്ല എൻഗേജ്മെൻറ്റിനൊക്കെ പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി നമുക്ക് സ്പോട്ടാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവരായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ. അതിന് എത്ര ചാർജ് എന്ന് നമ്മൾ ചോദിച്ചു നോക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇവരെ സൈറ്റിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇവരെ വെബ്സൈറ്റിൽ ഇമെയിലും ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അയയ്ക്കുക, എത്ര പ്രൈസ് വരുന്നതൊക്കെ. ഓക്കെ, അതായത് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ വരാം എന്നുള്ള ഒരു ഇതാണ് ഇതിൽ. ആൾക്കാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, നോ പ്രോബ്ലം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മെട്രോ ആണ് ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ ബസ് 105, അതാണ് ബസ് നമ്പർ. 15 to 20 മിനിറ്റ്സിൽ നമുക്ക് മിറാക്കിൾ ഗാർഡൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം. ഓക്കെ, അതിന് കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ തിരിച്ചും നിങ്ങൾക്ക് ബസ്സിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ബസ്സിൻ്റെ സ്പോട്ട് ഉണ്ടാവും നമ്മൾ ഇറങ്ങുന്നിടത്തിൽ തന്നെ. അപ്പോൾ തിരിച്ച് പോകേണ്ട സമയം കറക്റ്റ് ടൈമിംഗ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ അതായത് കവർ ചെയ്യുക. എന്താ വെച്ചാൽ വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11 മണി വരെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിന് അനുസരിച്ച് നിങ്ങൾ ബസ്സിൻ്റെ ടൈമും സെറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു പോവുക, നേരെ മെട്രോ പിടിക്കുക, നേരെ വീട്ടിലെത്താം. ഓക്കെ, നമ്മൾ കാറിലാണ് വന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പം കറക്റ്റ് നിങ്ങൾക്ക് ലൊക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഗൂഗിൾ മാപ്പിൽ. ഓക്കെ, പ്രൈസും ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ, പിന്നെ ഇതിൽ റെക്കമെൻഡഡ് സ്പോട്ട്, അതായത് അട്രാക്റ്റീവ് സ്പോട്ട് ഏതൊക്കെയാണെന്നും ഞാൻ ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് ആ കറക്റ്റ് ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. അപ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം പോവുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കവർ ചെയ്യാം. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലാണ്. അപ്പം ചാനലിൽ മെയിനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. അപ്പം ചാനലിൻ്റെ പേര് പ്രശോബ്സ് ഡയറി, അതായത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റ ആൻഡ് യൂട്യൂബ്, പിന്നെ ടിക്ടോക്കിലും അവൈലബിൾ ആണ്. അപ്പം ഇതിൽ പ്രശോബ് ഡയറി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം മച്ചാന്മാരെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം പ്രശോബ്സ് ഡയറി. ഓക്കെ, ബൈ.